أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا عملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين إن شاء الله സൂറത്തുൽ ഹജ്ജ് 78 ആയത്തുകളുള്ളതാണ് സൂറത്തുൽ ഹജ്ജ്. 55 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു 52 മുതൽ 55 വരെയുള്ള ആയത്തുകള് മക്കയിലും അല്ല മദീനയിലും അല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ വെച്ചിട്ട് അവതരിച്ചതാണ്. ബാക്കി എല്ലാ ഭാഗവും എന്താണ് മദീനയിൽ വെച്ചിട്ട് അവതരിച്ചതാണ്. ഓക്കെ, അപ്പം കുറച്ചു ഭാഗം മദനി സൂറയും ബാക്കി ഭാഗം മക്കി സൂറയും ആയിട്ടാണ് ഇതിനെ പിന്നെ ഉലമാക്കൾ പറയുന്നത്. ഓക്കെ, ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് മരണാനന്തര ജീവിതം, അതായത് ആഖിറത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഹജ്ജിനെ കുറിച്ചിട്ടും പിന്നെ മസ്ജിദുൽ ഹറാം, അതായത് നമ്മളെ നിൽക്കുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടും പിന്നെ യുദ്ധത്തിനെയൊക്കെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അറിയിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه الحمد. കേൾക്കുന്നില്ലല്ലോ. മനുഷ്യരെ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങൾ അത് കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന മാതാവും താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലായിപ്പോവും. ഗർഭവതിയായ ഏതൊരു സ്ത്രീയും തന്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോവുക തന്നെ ചെയ്യും. ജനങ്ങളെ മത്തുപിടിച്ചവരായി നിനക്ക് കാണുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല, പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാകുന്നു. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരിയായ ഏത് പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. പിശാചിനെ വല്ലവനും മിത്രമായി സ്വീകരിക്കുന്ന പക്ഷം അവൻ പിശാച് തീർച്ചയായും അവനെ പിഴപ്പിക്കുകയും ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അവനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക. തീർച്ചയായും നാം ആണ് നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത്. നാം നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരുവാൻ വേണ്ടി പറയുകയാകുന്നു. നാം ഉദ്ദേശിക്കുന്നതിന് നിശ്ചിതമായ ഒരു അവധി വരെ നാം ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. അനന്തരം നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണശക്തി പ്രാപിക്കുന്നതുവരെ നാം നിങ്ങളെ വളർത്തുന്നു. നേരത്തെ ജീവിതം അവസാനിപ്പിക്കപ്പെട്ടവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അറിവുണ്ടായിരുന്നതിന് ശേഷം യാതൊന്നും അറിയാതെയാവും വിധം ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഭൂമി വരണ്ട് നിർജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് അതിന്മേൽ നാം വെള്ളം ചൊരിഞ്ഞാൽ അത് ഇളകുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാത്തരം ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയതിനു ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് എങ്ങനെ ഇത് സംഭവിക്കുക എന്ന് സംശയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത്? നിങ്ങൾ ആദ്യം എന്തായിരുന്നു? മാംസപിണ്ഡമായിരുന്നു അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസവിച്ച എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ ഗർഭാശയത്തില് നമ്മുടെ പിന്നെ ഗർഭപാത്രത്തില് ഒരു മിടിപ്പ് ഉണ്ടാകുന്ന ദിവസം എന്ന് പറയുന്നത് നമുക്ക് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞതിട്ടും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ അറിഞ്ഞു, പക്ഷെ എന്നാലും നമുക്ക് കുഞ്ഞിന് ഇളക്കമുണ്ട് എന്നുള്ളത് അറിയുന്നത് ഒരു മിടിപ്പ് നമുക്ക് ഇങ്ങനെ വരും, ഒരു സ്പാർക്ക്, ടിക് ടിക് എന്നുള്ള ഒരു ശബ്ദം നമുക്ക് വരുന്നത് നമ്മൾ അനുഭവിക്കും. അത് വേറൊരാൾക്കും കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ഉമ്മാക്ക് തന്റെ വയറ്റിൽ സംഭവിക്കുന്ന ആ ഒരു ചെറിയ ചലനം തിരിച്ചറിയാൻ പറ്റും. ആ ദിവസമാണ്
അതെന്നാണോ സംഭവിച്ചത് ആ ദിവസമാണ് നമ്മുടെ വയറ്റില് അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഊതിയത്. അത് ചിലവർക്ക് 42ാമത്തെ ദിവസമായിരിക്കും, 50ാമത്തെ ദിവസമായിരിക്കും. ആ ഗർഭപാത്രത്തില് കിടക്കുന്ന ആ മാംസപിണ്ഡം, അത് മാംസപിണ്ഡം മാത്രമാണ്. ഓക്കെ, അതിനിപ്പോ 10 മാസം കഴിഞ്ഞാലും അതൊരു മാംസപിണ്ഡം മാത്രമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാം വഴി നമ്മുടെ ഗർഭപാത്രത്തിലേക്ക്, അതായത് നമുക്ക് നമ്മുടെ ഉച്ചിയിലൂടെയാണ് അത് വരിക എന്നാണ്, നമ്മുടെ നിറുവിലൂടെയാണ് അത് സംഭവിക്കുക എന്നാണ്. അത് ഗർഭപാത്രത്തില് അത് റൂഹ് ഊതുന്നതോട് കൂടിയിട്ടാണ് ആ കുഞ്ഞിന് ചലനം ഉണ്ടാകുന്നത്. അത് അപ്പോഴേ അതൊരു മനുഷ്യ രൂപത്തിലേക്ക് എത്തുള്ളൂ. അതുവരെ അതെന്താണ്, അത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു മാംസപിണ്ഡം മാത്രം. അതുകൊണ്ടാണ് 3 മാസം കഴിഞ്ഞു എന്നിട്ടും ചലനമില്ല, പിന്നെ വളർച്ചയുണ്ട് പക്ഷെ ചലനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും അത് എടുത്തൊഴിവാക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം റൂഹ് ഊതാത്തിടത്തോളം കാലം എന്തായി, അതൊരു മാംസപിണ്ഡം മാത്രമാണ്. അത് ആ റൂഹ് ഭൂമിയിൽ ഒരാൾക്കും അത് ഉണ്ടാക്കി തരാനും പറ്റില്ല. നിങ്ങൾ എത്ര തന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോയാലും ആ റൂഹ് ഊതാതെ അത് ഒരു മനുഷ്യരൂപമായിട്ട് മാറൂല. അപ്പൊ അത് സംഭവിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഊതുന്നത് കൊണ്ട് മാത്രമാണ്. ബാക്കി എല്ലാതും നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഭാര്യാഭർത്തൃ ബന്ധം നടത്താം, എന്നിട്ട് പിന്നെ ഗർഭിണിയാവാം, ഒക്കെ ചെയ്യാം. പക്ഷെ ആ റൂഹ് ഊതാതെ ഉണ്ടാവൂല, അതിന് മനുഷ്യരൂപം ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്, പിന്നീട് നാം ആണ് നിങ്ങൾക്ക് എന്ത് തന്നത്, ബീജത്തിൽ നിന്ന് ഭ്രൂണമാക്കി, അതായത് മാംസപിണ്ഡമാക്കി, പിന്നീട് രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. അതായത് ചിലവർക്ക് ആദ്യം തന്നെ ആ ഒരു എന്താണ് റൂഹ് ഊതി കഴിയുന്നതിന് മുമ്പ് അതിന് ചിലപ്പം വളർച്ചയില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഡോക്ടർമാർ പറയും വളർച്ചയില്ല, ചിലപ്പോൾ എടുത്തു കളയേണ്ടി വരും, ഒരാഴ്ച കൂടി നമുക്ക് നോക്കാം എന്നൊക്കെ പറയും. ഓക്കെ, വളർച്ചയില്ലാത്ത അവസ്ഥയിലായിരിക്കും. ചിലതിന് വളർച്ച ഉണ്ടാവും പക്ഷെ എന്തുണ്ടാവില്ല, ചലനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം. എല്ലാത്തിന്റെയും എൻഡിങ് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഊതിയാൽ മാത്രമേ അത് റൂഹ് ഊതാൻ കൽപ്പിച്ചാല് ജിബ്രീൽ അലൈഹി ഇസ്ലാം നമ്മുടെ അടുത്ത് വരികയും അങ്ങനെ നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് റൂഹിനെ ഊതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിച്ചത് ആരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതല്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരാൻ വേണ്ടി പറയുകയാവുന്നു. നാം ഉദ്ദേശിക്കുന്നതിന് നിശ്ചിതമായ ഒരു അവധി വരെ നാം ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു, പിന്നീട് നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. അല്ലെ, 6ാം മാസത്തിൽ പ്രസവിക്കുന്നവരുണ്ട്, 7ാം മാസത്തിൽ പ്രസവിക്കുന്നവരുണ്ട്, 8ാം മാസത്തിൽ പ്രസവിക്കുന്നവരുണ്ട്, 9ാം മാസം തികഞ്ഞ് പ്രസവിക്കുന്നവരുണ്ട്, 9ാം മാസം കഴിഞ്ഞിട്ടും പ്രസവിക്കാഞ്ഞിട്ട് അവസാനം പുറത്ത് കിടക്കേണ്ടി വരുന്നവരുണ്ട്. അല്ലെ, ഇതൊക്കെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് ആ ശിശുക്കളായിട്ട് അതിനെ പുറത്തെടുക്കുന്നത് എന്നാണ്. ചിലത് കുട്ടികള് എന്താവും, മാസം തികഞ്ഞിട്ടും പ്രസവിച്ചാലും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടൂല, അതിന് ജീവനില്ലാതെ ആയിരിക്കും പുറത്തു വരുന്നത്. അപ്പൊ അത് ശിശുക്കളായിട്ട് അതിന് ജീവനുള്ളതായിട്ട് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിനും എന്ത് വേണം, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കണം. അനന്തരം നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കുന്നവരെ നാം നിങ്ങളെ വളർത്തുന്നു. നേരത്തെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതായത് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുന്നവരും ഉണ്ട്. അറിവുണ്ടായിരുന്നതിന് ശേഷം യാതൊരു അറിവില്ലാതാകും വിധം ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് നമ്മൾ പറയുന്ന അൽഷിമേഴ്സും, അതായത് പിന്നെ പ്രായമായതിനു ശേഷമുള്ള ഒന്നും അറിയാത്ത രീതിയിലൊക്കെ മടക്കപ്പെടുന്നതും, അതായത് കുഞ്ഞുങ്ങളെ പോലെ ആവുന്ന ആളുകളായിട്ട് മാറുന്നത്. ആ സമയത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം അത് സംഭവിക്കുന്നതാണ്. അല്ലാതെ അത് വേറൊരു എന്തെങ്കിലും ഇന്നലെ സംസാരിച്ചതിൽപ്പെട്ട അതൊന്നുമല്ല. ഇതെന്താണ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ അവശമായ നിലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു. ഭൂമി വരണ്ട് നിർജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം, എന്നിട്ട് അതിന്മേൽ നാം വെള്ളം ചൊരിഞ്ഞാൽ അത് ഇളകുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാത്തരം ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായിട്ടുള്ളവൻ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതൊക്കെ എന്തുകൊണ്ടാ സംഭവിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകൾക്കുള്ളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്. എന്ത്, ഖബറുകളിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ, നിങ്ങൾ ഒന്നുമല്ലാത്ത നിർജീവാവസ്ഥയിൽ ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ പുറത്തു വന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്താവുന്നത്, നിങ്ങൾ
നിങ്ങള് പിന്നെ മുരേനെ അടുത്ത് പോരും പിന്നെ ടീച്ചർ അൺമ്യൂട്ട് ആക്കിയാളി. നിർജീവാവസ്ഥയിൽ നിന്നും എങ്ങനെയാണോ നിങ്ങള് പിന്നെ കഴിവുള്ളവരായിട്ട് വന്നത്, അതുപോലെ തന്നെയാണ് ഖബറുകൾക്കുള്ളിൽ ഇരിക്കുന്ന നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നത്. അന്ത്യസമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. യാതൊരു അറിവോ മാർഗദർശനമോ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമോ ഇല്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അഹങ്കാരത്തോടെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ വേണ്ടി എത്രയാ അവൻ അങ്ങനെ ചെയ്യുന്നത്. ഇഹലോകത്ത് അവന് നിന്ദ്യതയാണുള്ളത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ചുട്ടരിക്കുന്ന ശിക്ഷ അവന് നാം ആസ്വദിപ്പിക്കുകയും ചെയ്യും. അന്ന് അവനോട് ഇപ്രകാരം പറയപ്പെടും: നിന്റെ കൈകൾ മുൻകൂട്ടി ചെയ്ത നിമിത്തവും അള്ളാഹു തന്റെ ദാസന്മാരോട് ഒട്ടും അനീതി ചെയ്യുന്നവനല്ല എന്നതിനാല് മാത്രമേ അത്. അതായത് നമ്മള് നമുക്ക് വരുന്ന തിന്മകള് നമ്മളെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ പ്രതിഫലം മാത്രമാണ് എന്നാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും അവൻ ചെയ്ത ദോഷം കൊണ്ടല്ലാതെ അവനെ ദ്രോഹിക്കുകയില്ല. ഓക്കെ. ഇപ്പം നമ്മള് ഇന്നലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കത്തിന്റെയും ഒരു 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 പോയിന്റിൽ നമ്മളടുത്ത് പറ്റി എവിടെയോ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും വെറുതെ ശിക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും ഒരു ഇബ്ലീസിനും വിട്ടുകൊടുക്കുകയില്ല. അവന് ചെയ്തു വെച്ച ദ്രോഹം കൊണ്ട് മാത്രമേ അതിലേക്ക് അവന് എത്തിച്ചേരുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അത് അവരവരുടെ ജീവിതത്തിലേക്ക് പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എവിടെയോ വെച്ച് സംഭവിച്ച ഒരു തിന്മയുടെ ആ ബാക്കി ഭാഗമാണ് നമുക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. പല ആളുകളും പിന്നെ പല ആളുകൾക്കും ജീവിതത്തില് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അവരൊക്കെ നാവ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് ഭയങ്കരമായിട്ട് വായിട്ടടയ്ക്കുന്ന ആൾക്കാരായിരിക്കും. ആ വായിട്ട് അടയ്ക്കുന്നത് കൊണ്ടാണ്, അതായത് വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഭയങ്കര മാനസിക വിഷമങ്ങളാണ് ഉണ്ടാവുക. അത് അവരുടെ നാവ് മുൻകൂട്ടി ചെയ്തു വെച്ചതാണ്. എന്താണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതും നടന്നതും ഒക്കെ വിളിച്ചു പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെടുന്ന അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ഒതുക്കത്തെ വെച്ചിട്ടുണ്ട്. ആ ഒതുക്കം നമ്മൾ മുൻകൂട്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ പ്രയാസം വരും. അതറിയാതെ നമ്മളെ നാവിൽ നിന്ന് പുറത്തു വരും. നമ്മൾ ഇങ്ങനെ ആളുകളോട് സംസാരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളവുകളും പറയാൻ തുടങ്ങും എന്നാണ്. സംസാരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വായിൽ നിന്ന് അറിയാതെ കളവുകളും പുറത്തു വരാൻ തുടങ്ങും. കളവ് പറയുന്ന ശീലത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംസാരം കൂടുതലുള്ള ആളുകൾ നല്ല ശ്രദ്ധിക്കണം. എന്താണ്, അവരുടെ നാവിനെ ഒന്ന് അടക്കി വെക്കണം, ഒന്ന് ഒതുക്കി വെക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവരുടെ മാനസികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരവരുടെ നാവ് കൊണ്ട് തന്നെയാണ് അവരവരുടെ ശിക്ഷയും ഇറങ്ങുന്നത്, അവർക്കുള്ള തിന്മയും ഇറങ്ങുന്നത് അവരുടെ നാവ് കൊണ്ട് തന്നെ. അത് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും നമ്മളെ മുൻകൂട്ടി ചെയ്തു വെച്ച ഒരു തിന്മയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന വിഷമതകൾ മുഴുവൻ. നമ്മളെ തന്നെ ഒന്ന് ഒതുങ്ങി ഒരു നല്ല രീതിയിൽ ആ ഒരു ഒതുക്കത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് പിന്നീട് വിഷമിക്കൂല. ഇപ്പം പിന്നെ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് പ്രകാരമാണ് അവർ അവരുടെ ആ പ്രയാസത്തിലേക്ക് അവർ പോകുന്നത്. ഒന്നുകിൽ ധാരാളിയായിരിക്കും, അല്ലെങ്കിൽ പിശുക്കത്തരായിരിക്കും. പിശുക്കത്തരുണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് റഹ്മത്ത് ഇറങ്ങൂല. പിശുക്കന്മാർക്ക് റഹ്മത്ത് ഇറങ്ങൂല. അവര് ഭയങ്കരമായിട്ട് അവർക്ക് സ്ട്രഗിൾ ആയിരിക്കും. എന്നാൽ ധാരാളിക്ക് എന്താ സംഭവിക്കുന്നത്, ധാരാളിത്തരം കൊണ്ട് അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻക്ക് ഇറക്കിയ ഒരു റഹ്മത്തുണ്ട്. ആ റഹ്മത്തും മുൻകടന്ന് അവൻ പ്രവർത്തിച്ചത് കാരണം അവൻക്ക് പിന്നീട് ആ റഹ്മത്ത് കഴിഞ്ഞു. ഇനി അവൻ എന്ത് ചെയ്യും, അവന് പ്രയാസത്തിലേക്ക് പോകും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഇറക്കി തന്ന റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക. നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, നിങ്ങൾ കൈകളെ പൂർണ്ണമായിട്ടും തുറന്നിടരുത്. അതായത് ഉള്ളത് മുഴുവനും ദാനം ചെയ്തിട്ട് എന്താ പറ്റുക, നിങ്ങൾ ജനങ്ങളെ മുന്നിൽ പ്രയാസപ്പെടുന്നവരാകരുത്. എന്നാലോ പിടിച്ചു വെച്ചിട്ട്, അതായത് മുഴുവനായിട്ട് ഇറുക്കി പിടിച്ചിട്ട് പിന്നെ നാളെ എനിക്ക് എന്താവും എന്ന് ആലോചിച്ചിട്ട് ഒന്നും ചെലവഴിക്കാതെ നടക്കുന്ന ആളുകൾ,
അവർക്ക് എന്താവും, അവർക്കും എന്താണ് നാളെ മാനസികമായിട്ട് പ്രയാസപ്പെടേണ്ടി വരും. കാരണം അവർക്ക് റിസ്ക് ഇറങ്ങൂല. കാരണം ഈ സദക്ക ചെയ്യുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴുമാണ് നമ്മുടെ റിസ്ക് എന്താവുന്നത്, പ്യൂരിഫൈ ആവുന്നത്. നമ്മുടെ റിസ്ക് പ്യൂരിഫൈ ആവുന്നത്, നമ്മുടെ റിസ്ക് ഉത്തമമാകുന്നത്, ത്വയ്യിബാവുന്നത്, നമുക്ക് വരാൻ പോകുന്ന റഹ്മത്ത് ഇറങ്ങാനുള്ള കാരണം നമ്മൾ ഈ കൊടുക്കുന്ന സക്കാത്താണ്. ഈ സക്കാത്തിന്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുതുതായിട്ട് നമുക്ക് ഇറക്കി തരുന്നത്. ഈ വെള്ളം കണ്ടിട്ടില്ലേ, കിണറ്റിലെ വെള്ളം എങ്ങനെയാണ്? ആ വെള്ളം നമ്മൾ കോരുന്നത് കൂടിയാണ്, അതായത് കോരിയെടുക്കുമ്പോഴാണ് അതിൽ നിന്നുണ്ടാവുന്നത്, അതിന് ഉറവകൾ പൊട്ടി വരുന്നത്. ആ ഉറവകൾ അല്ലാതെ എന്താ അത് സ്റ്റാഗ്നന്റ് ആണ്, അതായത് അത് ഇളകാതിരിക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതിലേക്ക് പുതിയതായിട്ടൊന്നും വരുന്നില്ല. ആ വെള്ളമാണെങ്കിൽ ദുഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന പണം എന്ന് പറയുന്നത് ഒരിക്കലും അത് എന്തല്ല, അത് കൂട്ടി വെക്കേണ്ട ഒരു സാധനമല്ല. എന്നാൽ അത് എന്തുമല്ല, അത് തുറന്നിട്ട് കൊടുക്കേണ്ടതുമല്ല. അതിന് നമ്മൾ അതിൻ്റെതായ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ എന്നുള്ളത്. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൈകാര്യകർത്താവാക്കിയിട്ട് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ ഓണർഷിപ്പ്. ഓക്കെ, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു. ഇതാ എന്റെ കയ്യിൽ ഇത്ര ഉറുപ്പ്യ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നേൽപ്പിച്ചു. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്യാൻ കഴിവും തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി എന്ത് ചെയ്യുക, നമ്മൾ സദക്കയും സക്കാത്തും കൊടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തി കൊടുക്കുക. നമുക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉപകാരപ്പെടാനും നമ്മൾ ഉപയോഗിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. ഓക്കെ, നിന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കൊണ്ടാണ് നിനക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും. ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിൽ അവൻ സമാധാനം അടഞ്ഞുകൊള്ളും. അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ അവൻ അവന്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയുന്നതാണ്. ഇഹലോകവും പരലോകവും അവന് നഷ്ടപ്പെട്ടു, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. ഓക്കെ, നമുക്കിടയിലെ ആളുകള് പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒരു കൂട്ടരെന്താണ്, ഒരു സമയം മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹം. അതായത് ചിലപ്പം റമദാൻ മാസം മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ടാവും. അല്ലാത്ത മറ്റൊരു കൂട്ടർ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും ആരാധിച്ചു കൊണ്ടിരിക്കുന്നവര്. അതായത് മറ്റൊന്നുമില്ലാതെ ദുനിയാവിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് മാത്രം എന്ന് പറഞ്ഞു നടക്കുന്നവരും. ഒരു കൂട്ടർ എന്താണ്, ഒരു വക്കിലിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. ഈ രണ്ട് കൂട്ടരും എല്ലാം ഉത്തമമായ സമൂഹം. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരും, എന്നാൽ അതിന്റെ കൂടെ എന്തുണ്ട്, അവര് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരാണ് അവരാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്താണ്, നമ്മൾ മധ്യമ മാർഗം നിലകൊള്ളണം എന്നാണ്. നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്ട്രീമും ആവാൻ പാടില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഒന്നും താഴ്ന്നും പോകാൻ പാടില്ല. നമ്മൾ മധ്യമ മാർഗത്തിലുള്ള സമൂഹമാകണം എന്നാണ്. അതിലാണ് സമാധാനം കിട്ടുക. അതിലാണ് നമുക്ക് ജീവിതത്തില് ഒരു വേ ഫോർവേഡ് ഉണ്ടാവുകയും ചെയ്യുക. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക് ആൾക്കാർ വരില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും തുറന്നിട്ട് പോകാവുന്ന ഈച്ചയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്താവില്ല, അതും അത് പിന്നെ എന്താ പറയാ, വിഷം നിറഞ്ഞതായിരിക്കും അതും. അപ്പൊ ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു മാർഗമുണ്ട്, മൂടി വെച്ചുകൊണ്ട് തന്നെ, എന്നാലോ അതിന് ഉന്നതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളുണ്ട്. അവരാണ് എന്താവുന്നത്, അവർക്കാണ് ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലും അവർക്കാണ് സന്തോഷം കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് ചെയ്യുന്നതിലും അവർക്കാണ് സന്തോഷം കിട്ടുക. മറ്റേ രണ്ട് കൂട്ടർക്കും എന്താണ്, മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഒന്ന് എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ അവരെ അപഹസിക്കപ്പെടുകയും ജനങ്ങളെ മുന്നിൽ അവരെ അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കപ്പെടുകയും അവരെ ആളുകളുടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവര് സമൂഹത്തിൽ നിന്ന് അകന്നു പോകും. മറ്റേ കൂട്ടർ എന്താണ്, മറ്റേ കൂട്ടരിൽ എല്ലാത്തിനും പോയിട്ട് കളിച്ചിട്ട് അവർക്ക് എന്താണ് സത്യമെന്നും എന്താണ് മിഥ്യെന്നും അറിയാത്ത രീതിയിൽ അവർക്ക് ദീൻ എന്താന്ന് മനസ്സിലാവാത്ത സമൂഹവുമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹു ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിൽ അവൻ സമാധാനം അടഞ്ഞുകൊള്ളും. അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ അവനവന്റെ പാട്ടിലേക്ക് തന്നെ തിരിഞ്ഞു മറിഞ്ഞുകൊള്ളും. അതായത് ഈ വക്കിലിരുന്ന് ആരാധിക്കുക, അതായത് എപ്പോഴെങ്കിലൊക്കെ തോന്നുമസല്ലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. തോന്നുമസല്ലി എന്താണ്, തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരെന്നാണ് അതിനെ പറയുന്നത്. സല്ലി എന്ന് പറഞ്ഞാല് നമസ്കാരമാണ്. അപ്പൊ തോന്നുമ്പോൾ നമസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താണ്, അവര് കുറെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഇട്ടിട്ട് പോകും. അവരിട്ടിട്ട് പിന്നെ അവര് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, എന്നിട്ടും എനിക്ക് ഇതല്ലേ എന്ന് പറയുന്ന സമൂഹമുണ്ട്.
അവര് അവരുടെ പാട്ടിന് പോകും. ഇഹലോകവും അവർക്ക് നഷ്ടപ്പെട്ട് പരലോകവും അവന് നഷ്ടപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിലേക്ക് നമ്മൾ അയച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും അതേ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാനും തൗഫീക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ തൗഫീക്ക് നൽകിയ ആ അനുഗ്രഹത്തിന്റെ മുകളിൽ കിടന്ന് കെട്ടി മറിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു കളഞ്ഞാലോ നമുക്ക് ഇഹലോകവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ചില ആളുകളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞത്. എങ്കിലും നമ്മുടെ കാലഘട്ടത്തിലും ഇതെന്താണ്, ഇത് സത്യമാണ്. നമുക്കിടയിലും മുനാഫിക്കിന്റെ സ്വഭാവമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. ഒക്കെ അതായത് കപടവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോത്തിന് ഇട്ടിട്ട് പോവുക, ആളുകളെ മുന്നിൽ ഇസ്ലാമിനെ പിന്നെ തകർത്ത് സംസാരിക്കുക, ഇതൊക്കെ കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. ഒക്കെ അവര് പിന്നെ ഈ നമ്മുടെ നാടുകളിലൊക്കെ പല ഇതിലും ഉണ്ടാവും. ഈ ഒരു പിന്നെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു വക്കിലിരുന്നു കൊണ്ട് ആരാധിക്കുന്നവർ, അവർക്ക് പൂർണ്ണമായിട്ടും ദീൻ അറിയാത്തവരാണ്. പൂർണ്ണമായിട്ടും ദീൻ അറിയുന്നവന് ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പിന്നെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കൂല. അവർക്ക് അവരുടേതായ ഇബാദത്തിനും ഇതിനും മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവർക്ക് പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാവില്ല അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക്കിലിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അള്ളാഹുവിന് പുറമെ അവന് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അത് തന്നെയാണ് വിദൂരമായ വഴികേട്. ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്ത് നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ തന്നെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവൻ എത്ര ചീത്ത സഹായി, എത്ര ചീത്ത കൂട്ടുകാരൻ. അതായത് ഉപകാരം കിട്ടാത്ത ഒന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒക്കെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഇഹലോകത്തും പരലോകത്തും നബിയെ അള്ളാഹു സഹായിക്കുന്നതേ അല്ല എന്ന് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ അവൻ ആകാശത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടിയിട്ട് നബിക്ക് കിട്ടുന്ന സഹായം വിച്ഛേദിച്ചു കൊള്ളട്ടെ. എന്നിട്ട് തന്നെ രോഷം കൊള്ളിക്കുന്ന കാര്യത്തെ നബിയുടെ വിജയത്തെ തന്റെ തന്ത്രം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് അവൻ നോക്കട്ടെ. അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് നാം ഇത് ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ്. സത്യവിശ്വാസികൾ, യഹൂദന്മാർ, സാബി മതക്കാർ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, ബഹുദൈവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും സാക്ഷിയാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന 6 മതവിശ്വാസത്തിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് ജൂതന്മാര്, നസാറാക്കള്, അതുപോലെ തന്നെ സാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യചന്ദ്രനെ ആരാധിക്കുന്ന സമൂഹം. നമ്മുടെ നാടുകളിൽ ഇപ്പൊ കാണുന്ന ആ ഒരു സമൂഹം, അവര് സൂര്യചന്ദ്രങ്ങളെ ദേവീദേവന്മാരൊക്കെ പറഞ്ഞിട്ട് അവര് ആരാധിക്കുന്നു. ഒക്കെ അഗ്നിയെ ആരാധിക്കുന്നവര്, അവരാണ് മജൂസികൾ. ഒക്കെ വിഗ്രഹങ്ങളെ സ്വീകരിച്ചവരാണ് അവര്. ഒക്കെ പിന്നെ ശിർക്ക് സ്വീകരിച്ചവര്. ഒക്കെ ഇവര് ഈ ആദ്യത്തെ കക്ഷി ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ്, ചെകുത്താന്റെ കക്ഷികളാണെന്ന്. ഓക്കെ, അതായത് മുസ്ലിങ്ങളെ പറ്റിയിട്ടാണ് ഈമാനുള്ളവര് എന്ന് പറഞ്ഞത്. അവരെ മാത്രം എന്താണ് അള്ളാഹുവിന്റെ കക്ഷികളായിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താണ്, ചെകുത്താന്റെ, അതായത് ഇബ്ലീസിന്റെ കക്ഷികളാണ് എന്നുള്ളതാണ്. ഓക്കെ, അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ജൂതന്മാര്, നസാറാക്കള്, സാബീയങ്ങള്, മജൂസികള്, ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തെടുത്ത് പറയാണ്. ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ എന്താക്കും, അവരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കും എന്നാണ്, അവർക്കുള്ള തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറെ പേരും അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വേറെ കുറെ പേരുടെ കാര്യത്തിൽ ശിക്ഷ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു വല്ലവനെയും അപമാനിതനാക്കുന്ന പക്ഷം അവനെ ബഹുമാനിക്കുവാൻ ആരും തന്നെയില്ല. തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു.
ഈ രണ്ട് വിഭാഗം രണ്ട് എതിർകക്ഷികളാകുന്നു. തങ്ങളുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ അവർ എതിർവാദക്കാരായി. എന്നാൽ അവിശ്വസിച്ചവരാരോ അവർക്ക് അഗ്നി കൊണ്ടുള്ള വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കപ്പെടുന്നതാണ്, അവരുടെ തലയ്ക്ക് മീതെ തിളക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതുമാണ്. നാളെ പരലോകത്ത് നരകത്തിലുള്ള കാര്യമാണ് അത് പറയുന്നത്. തലയിൽ കൂടി തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് നിമിത്തം അവരുടെ വയറുകളിലുള്ളതും ചർമ്മങ്ങളിലുള്ളതും ഉരുക്കപ്പെടും. അവർക്ക് ഇരുമ്പിന്റെ ദണ്ഡുമുണ്ടായിരിക്കും. അതിൽ നിന്ന് കഠിനക്ലേശം നിമിത്തം പുറത്തു പോകാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ അടക്കപ്പെടുന്നതാണ്. എരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ തീർച്ചയായും അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അവർക്ക് അവിടെ സ്വർണ്ണവളകളും മുത്തും അണിയിക്കപ്പെടുന്നതാണ്. വട്ടായിരിക്കും അവർക്ക് അവിടെയുള്ള വസ്ത്രം. വാക്കുകളിൽ വെച്ച് ഉത്തമമായതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. സ്തുത്യർഹനായ അള്ളാഹുന്റെ പാതയിലേക്കാണ് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടത്. തീർച്ചയായും സത്യത്തെ നിഷേധിക്കുകയും മനുഷ്യന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യർക്ക് സ്ഥിരവാസിക്കും പരദേശിക്കും സമാവകാശമായിട്ടുള്ളതായി നാം നിശ്ചയിച്ചിട്ടുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ കരുതിയിരിക്കട്ടെ, അവിടെ വെച്ച് വല്ലവനും അന്യായമായി ധർമ്മവിരുദ്ധമായി വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയിൽ നിന്നും നാം ആസ്വദിപ്പിക്കുന്നതാണ്. അതായത് ഹറമിൽ കയറുക എന്ന് പറയുന്നത് അത് ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിപാവനമായ ഈ ഒരു കഅബയും പരിസരവും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ എന്തൊരു തിന്മ ചെയ്താലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വേദനയേറിയ ശിക്ഷ അവനക്ക് കൊടുക്കും എന്നുള്ളതാണ്. ഇബ്രാഹിമിന് ആ ഭവനത്തിന്റെ കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമത്രേ. യാതൊരു വസ്തുവയും എന്നോട് നീ പങ്കു ചേർക്കരുത് എന്നും തവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് വേണ്ടി നിന്നും കുനിഞ്ഞും സാഷ്ടാംഗത്തിലായിക്കൊണ്ടും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും എന്റെ ഭവനം ശുദ്ധമാക്കി വെക്കണം എന്നും നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അതായത് കഅബ ഷരീഫിനെ ശുദ്ധിയാക്കിയിട്ട് വെക്കുക എന്നുള്ളത് എന്താണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊടുത്ത നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് ഇന്നും ആ കഅബ ഷരീഫും പരിസരവും ഇങ്ങനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് നിശ്ചയിച്ച പ്രകാരം അതിനെ ഇങ്ങനെ മൂടി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശത്തിൽപ്പെട്ടതാണ് അവിടെ ശുദ്ധമാക്കിയിട്ട് വെക്കണം എന്നുള്ളത്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതയിലൂടെ കൂടിയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും. അതായത് കഅബ ഷരീഫ് കെട്ടിക്കഴിഞ്ഞ ശേഷം, അതായത് കഅബ ഉണ്ടാക്കിയതിന് ശേഷം ഹജ്ജ് കർമ്മത്തിന് വരാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കഅബയിലേക്ക് നിങ്ങൾ വരിക എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് കൽപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, എന്റെ ശബ്ദം എങ്ങനെയാണ് അള്ളാഹുവെ എത്തുക എന്ന്. കാരണം ജനങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ശബ്ദം കിട്ടുക? എന്റെ ശബ്ദം ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദൂരത്തിൽ നമ്മളെ ശബ്ദം കേൾക്കും അല്ലെ? അപ്പൊ ആ ശബ്ദം എങ്ങനെയാണ് അവർക്ക് കേൾക്കുക എന്നുള്ളത്, എങ്ങനെയാണ് എന്റെ ശബ്ദം അവർക്ക് എത്തുക എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വിളിച്ച് പ്രഖ്യാപിച്ചു കൊള്ളുക, വിളി എത്തിക്കുന്നിടത്ത് എന്റെ ബാധ്യതയാണ്. അതായത് നീ വിളിക്കുക, നീ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജനങ്ങളെ നീ അവിടെ നിന്ന് വിളിച്ചു കൊള്ളുക. അത് എത്തിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിളി കേട്ടവർ ഒക്കെ കഅബത്തിങ്കൽ എത്തും എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിളി എത്തിയവർക്കൊക്കെ എന്താണ്, കഅബത്തിലെത്താൻ പറ്റും എന്നുള്ളതാണ്. ആ ശബ്ദം നമ്മളെ ഇന്നും ലോകം മുഴുവനും ഇനി വരാൻ പോകുന്ന സമൂഹത്തിലേക്കും എല്ലാ സമൂഹത്തിലേക്കും ആ ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അത് ഇനി കിട്ടിയവര്, ആ ശബ്ദം കിട്ടിയവർ എന്ത് ചെയ്യും? അത് കഅബത്തിങ്കൽ അവരെത്തിയിരിക്കും എന്നുള്ളതാണ്. എനിക്കറിയുന്നവര് തന്നെ, അതായത് ഒരു ദീനിന്റെ ഒരു ലാഞ്ചന പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവര് എല്ലാ ഹജ്ജിന്റെ സമയത്തും അവര് വെറുതെ TV ഓണാക്കിയിട്ട് ആ ഹജ്ജ് നോക്കിയിരിക്കുമായിരുന്നു. ഹജ്ജിന്റെ സമയത്ത് വെറുതെ TV ഓണാക്കിയിട്ട് ഹജ്ജ് നോക്കിയിരിക്കും. ഒന്നും അവര് ചെയ്തിട്ടില്ല. എനിക്കറിയാം അവര് അതുവരെ നമസ്കാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. പള്ളിയിലേക്ക് കയറിയിട്ടേയില്ല ആ വ്യക്തി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഹജ്ജിന് പോയി. അദ്ദേഹം ഹജ്ജ് ചെയ്തു വന്ന് അവർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പം
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിളി കേട്ടത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ഹജ്ജിന്റെ സമയത്ത് അദ്ദേഹത്തിന് TV തുറന്നു വെച്ച് അത് കേൾക്കാനും അത് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന കഴിവാണ്. അത് ഒരിക്കലും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഗൈബി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിളി എത്തി എന്ന് പറയുന്നത് അത് എത്തിയവർക്കേ എത്തുള്ളൂ. അത് ഇനിയിപ്പോ ഭയങ്കരമായിട്ട് നിസ്കാരത്തിൽ എന്തെങ്കിലും നടക്കുന്ന ആളുകളെ പോലും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയവരുണ്ട്. അതായത് പള്ളിയുമായിട്ട് നടന്ന എത്രയോ ആളുകളെ എനിക്ക് അടുത്തറിയുന്ന പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാള്, അദ്ദേഹം രാവും പകലും ഇല്ലാതെ പള്ളിക്ക് വേണ്ടിയിട്ട് നടന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹജ്ജ് ചെയ്യാതെ കാബ കാണാതെയാണ് അദ്ദേഹം തിരിച്ചു മടങ്ങിയത്. അതും പ്രായമായതിനു ശേഷം തന്നെ അദ്ദേഹം മടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചാല് മാത്രമേ ഉത്തരം കിട്ടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിളി എത്തിച്ചവർക്ക് മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ, അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്താൻ കഴിയുള്ളൂ എന്നാണ്. വിളിച്ച് പ്രഖ്യാപിച്ചു കൊള്ളുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. പക്ഷെ ആ വിളി ആർക്കൊക്കെ എത്തും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതാണ്. ഓക്കെ, അതനുസരിച്ചാണ് അദ്ദേഹം ചെയ്തത്. അള്ളാഹു ഉദ്ദേശിച്ചവരെല്ലാം ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഹജ്ജ് കർമ്മത്തിന് വരുന്നത് എന്നൊക്കെ അതാണ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദും അതുപോലെ ഇക്രിമയും സഅദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ നിവേദനം ചെയ്തത് അതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിനായ ആളുകള് ഹജ്ജിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് എന്ന്. അത് ആ വിളി കേട്ടവർ മാത്രമേ അവിടെ എത്തുള്ളൂ എന്നുള്ളതാണ്. എങ്കിൽ അവർ അതിനിടയിൽ മരണപ്പെട്ടു പോകും. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം സ്ഥാപിച്ച കെട്ടിടമല്ല ഇന്നുള്ളത്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു മലവെള്ള പാച്ചിലിലൂടെ അതിന് കേടുപാടുകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് ആ ഒരു കഅബ ഷരീഫ് ഉണ്ടാക്കിയതിന്റെ ശേഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു പിന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഅബയുടെ അടുത്തായിട്ട്. നമ്മളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും, വെള്ളം മുങ്ങിയിട്ട് ഒന്നായിട്ട് കഅബ മുങ്ങിപ്പോയതൊക്കെ ഉള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ അതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അത് പിന്നെ കഅബയുടെ പല ഭാഗങ്ങളും നശിച്ചു പോയി എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഖുറൈശികൾ അത് പൊളിച്ചു പണിയുകയാണ് ഉണ്ടായത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സായിരുന്നു പ്രായം. പിന്നീട് യസീദിന്റെ ഖിലാഫത്ത് കാലത്താണ് അബ്ദുല്ലാഹിബിന് സുബൈറിന്റെ മായിട്ടുള്ള യുദ്ധത്തിന് അതിന് വീണ്ടും പരിക്ക് പറ്റി. എന്നിട്ട് ഇബ്നു സുബൈറാണ് കെട്ടിടം പിന്നീട് പുതുക്കി പണിതത്. എന്നിട്ട് പിന്നീട് വീണ്ടും വേറൊരു യുദ്ധത്തില് ഹജ്ജാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഈ യുദ്ധത്തില് വീണ്ടും എന്തായി, അത് പിന്നെ അതിന് അത് ആ കെട്ടിടത്തിന് വീണ്ടും പ്രയാസം ഉണ്ടാവുകയും പിന്നീടും അത് പുതുക്കി പണിത്. ഓക്കെ, ഇതൊക്കെ ഹിജ്റയുടെ 74 ആ കാലഘട്ടത്തിലാണ്. അതായത് ഹിജ്റക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന കാലത്തിനെയാണ് ഹിജ്റ 1 എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് 74 വർഷത്തിലാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞു കുറച്ചു കാലത്തിനുള്ളിലാണ് ഇത്രയും ചേഞ്ചസ് ആ ഒരു കഅബ ഷരീഫിന് ഉണ്ടായത്. ഓക്കെ, അന്ന് മുതൽ ഇന്ന് വരെ ആ കെട്ടിടം ഇങ്ങനെ പുതുക്കി പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ കഅബ ഷരീഫിന്റെ പരിസരവും ആ ഭാഗങ്ങളും ഒക്കെ ഇന്നും പുതുക്കി പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പണിതു എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു പിന്നെ ആദ്യത്തെ ഉണ്ടായിരുന്ന ആ ഒരു കഅബയും അതിന്റെ ഭാഗങ്ങളുമാണ്. അതിനുശേഷം ഉണ്ടാക്കിയതൊക്കെ എന്താണ്, പുതുക്കി പണിതുണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് തന്നെ ഈ ഒരു കഅബയും അതിന്റെ പരിസരവും ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല, ഹൈബി ആയിട്ടുള്ള കാര്യങ്ങളാണ്, മലക്കുകളാണത്
ഉണ്ടാക്കിയത് എന്നുള്ളത് പറയുന്നു, ആദം അലി ഇസ്ലാം ആണെന്ന് പറയുന്നു എന്നൊക്കെ പല അരിവായത്തുകളും ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതിലും ചില ഭാഗങ്ങളിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് തന്നെ എന്തുണ്ട്, ഈ ഒരു കാബ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആണ് ആയത്തുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം എന്താണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഖുർആനിൽ എന്താണ് നമ്മളോട് പറഞ്ഞു തന്നത് അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതിനുശേഷം വന്ന കഥയുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിന് മുമ്പുണ്ടായിരുന്നൊക്കെ അത് ഗൈബി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഒക്കെ പറഞ്ഞു തന്നത് അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ കേട്ടോ. അതിനെ പറ്റിയിട്ടൊക്കെ പല പല കഥകളും പല പല ആളുകൾ പറഞ്ഞുണ്ടാക്കിയതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതയിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെയും പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിധരാകുവാനും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കുവാനും വേണ്ടി അത്രയത്. അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവനെ ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യുക. പിന്നെ അവർ തങ്ങളുടെ അഴുക്ക് നീക്കിക്കളയുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതനമായ ഭവനത്തെ പ്രദക്ഷിണം വെക്കുകയും ചെയ്തു കൊള്ളട്ടെ. അത് നിങ്ങൾ ഗ്രഹിക്കുക, അള്ളാഹു പവിത്രത നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. നിങ്ങൾ കോതിക്കേൾപ്പിക്കപ്പെടുന്നത് ഒഴിച്ചുള്ള കന്നുകാലികൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക, വ്യാജവാക്കിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുക. വക്രതയില്ലാതെ ഋജുമനസ്കരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്ത് നിന്ന് വീണതുപോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. അത് നിങ്ങൾ ഗ്രഹിക്കുക. വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിൽ ധർമ്മനിഷ്ഠയിൽ നിന്നുള്ളവാകുന്നത് അത്രേ. അവയിൽ നിന്ന് ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് പ്രയോജനങ്ങൾ എടുക്കാം. പിന്നെ അവയെ ബലി കഴിക്കേണ്ട സ്ഥാനം ആ പുരാതന ഭവനത്തിലേക്ക് ദിക്കിലാക്കുന്നു. ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാ കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ അറക്കേണ്ടതിന് വേണ്ടി അത്രയത്. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു. അതിനാൽ അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. നബിയെ, വിനീതർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നവരും തങ്ങളെ ബാധിച്ച ആപത്തിനെ ക്ഷമാപൂർവ്വം തരണം ചെയ്യുന്നവരും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവ് ചെയ്യുന്നവരും അത്രേ അവർ. ആരൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകള്? അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൃദയം വിറകൊള്ളും, അവർക്ക് പേടി തോന്നും, അവർക്ക് ഭയം തോന്നും. എന്താണ്? അവരെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ അവരെന്ത് കാണിക്കും? ക്ഷമ കാണിക്കും. അവര് അള്ളാഹുലേക്ക് അഭയം തേടും. മൂന്നാമത്തെ എന്താണ്? നമസ്കാരം മുറ പോലെ നിർവഹിക്കും. നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യൂല. നാലാമത്തെ എന്താണ്? അവർക്ക് നൽകിയതിൽ നിന്ന് അവര് ചെലവഴിക്കും എന്നുള്ളതാണ്. ഓക്കെ, അവരത് കെട്ടിപ്പൂട്ടി വെക്കൂല എന്നുള്ളതാണ്. പിശുക്കത്തരം കാണിക്കാത്തവരായിരിക്കും അവർ എന്നുള്ളതാണ്. ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട്. അതിനാൽ അവയെ വരി വരിയായി നിർത്തിക്കൊണ്ട് അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയർപ്പിക്കുക. അങ്ങനെ അവ പാർശ്വങ്ങളിൽ വീണു കഴിഞ്ഞാൽ അവയിൽ നിന്നെടുത്ത് നിങ്ങൾ ഭക്ഷിക്കുകയും യാചിക്കാതെ സംതൃപ്തി അടയുന്നവനും ആവശ്യപ്പെട്ടു വരുന്നവനും നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അവയെ നിങ്ങൾക്ക് അപ്രകാരം നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതായത് യാചിക്കാതെ സംതൃപ്തി അടയുക എന്ന് പറയുന്നത്, അതായത് യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട്. അത് ആവശ്യമാണെങ്കിൽ യാചിക്കണം. അതായത് നമുക്ക് തീരെ ഒന്നിനും നിവർത്തിയില്ലാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ എന്താക്കാൻ പാടില്ല? നമ്മൾ അതിനെ നശിപ്പിച്ചു കളയാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നാശമാണ് വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കണം. ഓക്കെ, ഒരാളോട് പറയണം. നമ്മുടെ ആവശ്യത്തെ നമ്മൾ പറഞ്ഞ് നമ്മൾ ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് പിന്നെ അഹങ്കാരിയായ പിന്നെ അതായത് നമ്മള് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, എന്നാലും അഹങ്കാരം കാണിക്കുക എന്ന് പറയും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ തിന്മയായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു പിന്നെ അതായത് ഒന്നുമില്ല എന്നുള്ളത് അറിയാം, എന്നാലും ആളുകളോട് ചോദിക്കാതെ നടക്കുന്ന ആ അഹങ്കാരത്തിന്റെ ഭാവമാണത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇല്ലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ
അത്രയും നമുക്ക് കഴിവില്ലാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു പിന്നെ നമ്മുടെ ആ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളോട് സഹായം തേടുന്നതിന് തെറ്റൊന്നുമില്ല. ഓക്കെ, എന്നാല് അള്ളാഹുവിനെയാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്, അവനിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ആ ഒരു കാര്യം നമ്മൾക്ക് ആവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ യാചന നടത്താനും പാടില്ല. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ യാചന തുടങ്ങിക്കഴിഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വാങ്ങിക്കും കൈയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് കാത്തു നിൽക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ അത് തന്നെ നമ്മൾ അതിനെ തന്നെ അവലംബിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തത്. കാരണം അത് ജനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നതിലേക്ക് അത് പോകും. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കുമ്പിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, ജനങ്ങളെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അത് വാങ്ങിക്കരുത് എന്ന് പറയുന്നതും യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതും ആവശ്യക്കാരന് കണ്ടറിഞ്ഞ് കൊടുക്കണം എന്ന് പറയുന്നതും അതിന്റെ ഭാഗം കൊണ്ടാണ്. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങള് പിന്നെ എന്ത് ചെയ്യാ, നിങ്ങള് അറിവ് നടത്തി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അറിവ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കാതെ നടക്കുന്ന പിന്നെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ചോദിക്കാതെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. അവര് നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യപ്പെട്ട് വരുന്നവരും കൊടുക്കണം. അതായത് ചോദിച്ചു വന്നവരും കൊടുക്കണം, കൊടുക്കാതിരിക്കരുത് അവർക്ക്. പക്ഷെ അവർ ചോദിക്കാതിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഹയർ ആയിട്ടുള്ളത് എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അവയെ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കിൽ എത്തുന്നതേയില്ല. നമ്മൾ മുമ്പ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അറിവ് നടത്തിയാല് അതിന്റെ മാംസവും രക്തവും അല്ല അള്ളാഹുലേക്ക് എത്തുന്നത്, നമ്മളെ തഖ്വയാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ, നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ ആ അറിവ് നടത്തിയത്, ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഇതിന് പിന്നെ ഇത്ര വലിപ്പമുള്ള ഇത്ര 2 പോത്തിനെയാണ് അറുത്തത്, എന്നാൽ ഞാൻ എന്റെ കുട്ടിയുടെ അറിവ് നടത്തുമ്പോൾ 4 പോത്തിനെ അറക്കും. അങ്ങനെ നമ്മള് മറ്റൊരാളെ കമ്പയർ ചെയ്യാന്, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാ എന്റെ വീട്ടിലാവട്ടെ ഏറ്റവും വലിയ അറിവ് നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകള്, അവരൊന്നും എന്താവുന്നില്ല, അള്ളാഹുലേക്ക് എത്തുന്നില്ല. കാരണം എന്താ, അവരുടെ ഉള്ളിലുള്ള നെയ്യത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ് അവങ്കിൽ എത്തുന്നത്. അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനായി അപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നബിയെ, സദ്വൃത്തർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. നന്ദി കെട്ട വഞ്ചകരെയൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. തീർച്ച, യുദ്ധത്തിന് ഇരയായവർക്ക് അവർ മർദ്ദിതരായിരുന്നതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുന്നതിന്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരത്രേ അവർ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുത്തില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിന്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം ഭവനങ്ങളും പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തടുത്തു നിർത്തുന്നത് കൊണ്ടാണ് നമ്മള് ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരെ നശിപ്പിക്കാന് പുറപ്പെടുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തടുത്തു നിർത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മള് ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കൊണ്ട്, അതായത് ഇപ്പം മറ്റു മതസ്ഥരെ തന്നെ അവർക്കിടയിൽ തന്നെ അവര് പരസ്പരം തടുത്തു നിർത്തുന്നത് കൊണ്ടാണ് പല ഭൂമിയിലെ പല ദുൽമുകളും നടക്കാതിരിക്കുന്നത് എന്ന് പറയാം. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടല്ല അത് നടക്കാതിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അദൃശ്യമായിക്കൊണ്ട് ഈ ഭൂമിയെ സമാധാനത്തിലാക്കി കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മള് ഭൂമിയിൽ സമാധാനത്തിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കൊണ്ട് തന്നെ തടുത്തു നിർത്തിയില്ലായിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പം ശത്രുവിനെ കൊണ്ട് തന്നെ ആയിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തി തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും താഴ്ത്തി കാണണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ വെച്ചിട്ടുള്ളത് പിന്നെ ഏറ്റക്കുറച്ചിലുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കിടയിൽ ഉള്ളവനും ഉണ്ടാവും, ഇല്ലാത്തവനും ഉണ്ടാവും.
പിന്നെ ദീനിലുള്ളവരും ഉണ്ടാവും, ദീനില്ലാത്തവരുണ്ടാവും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തർബിയത്താണ്. അതായത് നമ്മളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പാഠം പഠിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാളെയും നമ്മൾ താഴ്ത്തി കാണണ്ട. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അതിൻ്റെതായ അളവിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് നമുക്കിടയിൽ ജീവിക്കുന്നത്. ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും സദാചാരം സ്വീകരിക്കാൻ കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരത്രേ അവർ. ആ മർദ്ദിതർ കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനുള്ളതാകുന്നു. നബിയെ, നിന്നെ ഇവർ നിഷേധിച്ച് തള്ളുന്ന പക്ഷം ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനതയും ആദും സമൂദും പ്രവാചകന്മാരെ നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും മദിയൻ നിവാസികളും നിഷേധിച്ചിട്ടുണ്ട്. മൂസയും അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നെ ഞാൻ അവരെ പിടികൂടുകയുമാണ് ചെയ്തത്. അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടാവും? ഇവിടെ നമ്മൾ ഒരുപാട് ഒരു ജനതകളെ പറയുന്നുണ്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന കുറെ ജനതകളുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ജനതകൾ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് മാത്രമാണ് ജനത എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരെ എത്രയോ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നമുക്ക് പറഞ്ഞു തന്നവര് മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമൂഹമായിട്ടുള്ളൂ എന്ന് നമ്മൾ കരുതരുത്. അതിന്റെ ഇടയിലും ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരുപാട് നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പന പ്രകാരം തന്നെയാണ് അവരൊക്കെ ജീവിച്ചിട്ടുള്ളത്. എത്രയെത്ര നാടുകൾ അവിടത്തുകാർ അക്രമത്തിൽ ഏർപ്പെട്ടിക്കൊണ്ടിരിക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവയതാ മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായി തീർന്ന എത്രയെത്ര കിണറുകൾ, പടുത്തുയർത്തപ്പെട്ട എത്ര കോട്ടകൾ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ചിന്തിച്ച് മനസ്സിലാകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷെ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. നബിയെ, നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലമാകുന്നു. അതായത് ഒരു ദിവസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അതിന് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന 1000 കൊല്ലങ്ങളുണ്ട് എന്ന്. അതായത് നമ്മുടെ 10 തലമുറകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അതായത് 10 തലമുറ അല്ല, 12 13 തലമുറകൾ ഉണ്ടാകും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ 70 വയസ്സ് 75 വയസ്സാണ് നമ്മുടെ കാലഘട്ടം അല്ലെ, നമ്മുടെ ആയുസ്. അപ്പം അങ്ങനെ 1000 വർഷം എന്ന് പറയുമ്പം എത്ര തലമുറകൾ കഴിയും? 12 13 തലമുറകളാണ് ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്ന കാലഘട്ടം എടുത്താൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എന്തായിരിക്കും? ഒരു കുറഞ്ഞ ദിവസങ്ങളായിരിക്കും. കുറഞ്ഞ ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 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 10 ദിവസം 15 ദിവസം ഉണ്ടാവും ഈ ലോകം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകം തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ളത്. അത്രയും ദിവസമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനെ നിയന്ത്രിച്ചിട്ടുള്ളൂ. പിന്നീട് അതിനുശേഷം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനസ്ഥനായിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ഭൂമിയെയും ലോകത്തെയും ഈ ലോകങ്ങളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചിട്ട് ഇരിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ. പക്ഷെ നമുക്ക് എന്താണ്? നമുക്ക് ഈ ലോകം എന്താണ്? ഒരു കൊല്ലം എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത്, ഇന്റെ സാധനം എന്ന് പറയുന്നത്, ഇന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇന്റെ സാമ്രാജ്യം എന്ന് പറയുന്നതും, ഇന്റെ സ്വത്ത് എന്ന് പറയുന്നത്, ഇന്റെ മുതൽ എന്നൊക്കെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചു തള്ളുന്നുണ്ടാവും നമ്മളെ കാട്ടൽ കണ്ടിട്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സാധനം ഇപ്പുറത്തേക്ക് വീഴുമ്പോത്തിന്, ഇല വീഴുമ്പോത്തിന് നമ്മൾ അത് പോയിട്ട് പരാതി പറയുന്നു, നമ്മൾ അവരോട് പോയിട്ട് തർക്കിക്കുന്നു. നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ഭാഗം അവരെടുക്കുമ്പോത്തിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. നമ്മൾ ശരിക്കും വിഡ്ഢികളാണല്ലേ. ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ ആരാണ്? മനുഷ്യനാണ്. ഏറ്റവും വലിയ വിഡ്ഢികൾ ആരാണ്? മനുഷ്യനാണ്. അവർക്ക് വിവേകവും അറിവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയെ കുറിച്ചിട്ട് അവന് അജ്ഞനാണ്. അവൻ പറയുമ്പോൾ നടക്കുന്നുണ്ട് ഭൂമിയില്. അവന്റെ ആ കാന്തിക വലയത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കാന്തിക വലയത്തിലാണ് മനുഷ്യർ മുഴുവനും നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കാന്തിക വലയം ഒന്ന് തെറ്റിച്ചാല്, ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് ഇയർ ബാലൻസ് തെറ്റി, നമുക്ക് നീക്കാൻ വയ്യ, നമുക്ക് നടക്കാൻ വയ്യ, നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ഇരിക്കണം, നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ വീണ് പോകും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത്രയുള്ള മനുഷ്യന് അതാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ജീവിക്ക് ശരിക്കും പറഞ്ഞാല് നടക്കാനുള്ള തൗഫീക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ട് അതിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്.
എന്നിട്ടാണ് മനുഷ്യന് അഹങ്കാരത്തോട് കൂടി സംസാരിക്കുന്നത്. അവന്റെ അഹങ്കാരത്തിന്റെ ആ അവസ്ഥ കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. കാരണം അത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ അവനുള്ളത് എന്ന് ആലോചിച്ചിട്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 1000 വർഷം എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എന്താണ്? ഒരൊറ്റ ദിവസമാണ്. 1000 വർഷം, അതായത് 12, 13 തലമുറകൾ കഴിയുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? ആ ഒരു ദിവസത്തിന്റെ എവിടെയാണ് നമ്മളൊരു ദിവസം എവിടെയാണ്? ആ ഒരു ദിവസത്തിൽ എവിടെയാണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാവും നമ്മളൊരു ദിവസം, അല്ലെ? ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. നമ്മുടെ ഒരു കൊല്ലം 2 കൊല്ലം കഴിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നില് ഒരു സെക്കൻഡ് ആയിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ആ ഒരു കൊല്ലം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു വലിപ്പം, നമ്മളതിനെ ഊറ്റം കൊള്ളുന്നത്, നമ്മളതിനെ അഹങ്കരിക്കുന്നത്, നമ്മൾ ചെയ്ത കാര്യങ്ങളെ നമ്മളിങ്ങനെ നോക്കിക്കാണുന്നത്, ഒന്നുമില്ല, വെറും വിഡ്ഢി, വട്ടപൂജ്യാണ് മനുഷ്യന്. പക്ഷെ അവനത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയോ നാടുകൾക്ക് അവിടത്തുകാർ അക്രമികളായിരിക്കെ തന്നെ ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് ഞാൻ അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അടുക്കലേക്കാകുന്നു എല്ലാറ്റിന്റെയും മടക്കം. അതാണ് ആ അക്രമങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവനെ ദ്രോഹിക്കുന്നു, ഇവനെ ദ്രോഹിക്കുന്നു, അവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ അവരോട് സംസാരിക്കുന്നു, ഇവരോട് സംസാരിക്കുന്നു, നമ്മൾ അവരേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് കൊടുക്കുന്നു, ആ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു, ഈ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു, ഭാര്യാഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നു, ദിവസങ്ങളോടെ മിണ്ടാതെ നടക്കുന്നു. എവിടെ എന്താണ് മനുഷ്യന്റെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊക്കെ കണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിരിക്കും ചിന്തിക്കുന്നത്? നമ്മളത്തെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി, നമ്മൾ എന്താണെന്നുള്ളത്, നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇത്രയേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മളുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലെ രാജാക്കന്മാരായിട്ടും നമ്മൾ അത്ര കോടി ഉണ്ടാക്കിയവരായിട്ടും 1000 കോടി, 5000 കോടി, 10000 കോടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സൈക്കിൾക്കുള്ളില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാല് നശിച്ചു പോകുന്നതാണ് ഈ ഭൂമി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാലുകള് ഇളക്കാതെ വെച്ചത് കൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത് എന്നുള്ള. ലോകം മുഴുവൻ നിലനിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കണങ്കാലൊന്ന് ഇളക്കി കഴിഞ്ഞാല് ലോകം മുഴുവനും തവിട് പൊടിയാവുന്നു. അതാണ് അള്ളാഹുവിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എന്താണ് കുർസി എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മോതിരത്തിന്റെ ഉള്ളിലാണ് നമ്മളൊക്കെ. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ കുർസിയുടെ അടിയിൽ കിടക്കുന്ന ഒരു മോതിരത്തിന്റെ അതിന്റെ ഉള്ളിലെ ഒരു അവസ്ഥയാണ് നമ്മള്. ആ മോതിരത്തിന്റെ ഉള്ളിലെ ഒരു അവസ്ഥയാണ് ഈ ലോകം മുഴുവനും. അതിന്റെ ഉള്ളിലെ ഒരു അവസ്ഥയാണ് നമ്മള്. നമുക്ക് പോലും നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ചെയർ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു മോതിരം, അതിന്റെ ഉള്ളിലാണ് ഈ ലോകങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന എല്ലാതും അതിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിലാണ് ഒരു മനുഷ്യൻ കിടക്കുന്നത്. അപ്പൊ ആ മനുഷ്യൻ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഉണ്ടാവുക? ആ മനുഷ്യനുള്ള സ്ഥാനം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ? എന്നിട്ടും നമ്മളൊന്ന് ദുആ ചെയ്താല്, അള്ളാഹ്ന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാല്, ഒരു പ്രയാസത്തിൽ നമ്മൾ നിൽക്കുമ്പം നമ്മൾ എന്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ടൊന്ന് സുജൂദ് ചെയ്താല് ആ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റിത്തരും. ആ സുജൂദ് ചെയ്താല് ആ പ്രയാസം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നു. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്റെ റബ്ബേ എന്ന് വിളിച്ചൊന്ന് സുജൂദ് ചെയ്താല് നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ റബ്ബേ എന്ന് വിളിച്ചിട്ട് സുജൂദിലേക്ക് പോയാല് ഉറപ്പാണ് നമുക്ക് ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു. അഹങ്കാരമില്ലാതെ നമ്മൾ ആ സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വഴികൾ തുറന്നിട്ടുണ്ടാവും, നമ്മുടെ വഴികൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ലക്ഷക്കണക്കിനായ ആളുകൾ മുന്നിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിന്നിട്ട് കൈകൾ ഉയർത്തി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്നതോട് കൂടിയിട്ട് അവന്റെ അവസ്ഥാവിശേഷങ്ങൾ മുഴുവൻ മാറുകയാണ്, അല്ലെ? അവന്റെ അവസ്ഥകൾ മുഴുവൻ മാറുകയാണ്. ഒന്നുമില്ലാത്തൊരാള് ഹജ്ജിന് പോയിട്ട് തിരിച്ചു മടങ്ങി വന്നു കഴിഞ്ഞാൽ അവന്റെ പദവികൾ ഉയരുകയാണ്, അവന്റെ ജീവിത സാഹചര്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദുആ ചെയ്തതിന്റെ ഉത്തരമാണ്. ആ ഹജ്ജിന്റെ ആ സമയത്ത് അവിടെ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കൈ ഉയർത്തിയതിന്റെ ഉത്തരമാണ് അവനക്ക് കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ നിന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എന്തായിരിക്കും അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ റബ്ബ് ആരാണെന്നുള്ളത്
നമ്മുടെ റഹ്മാനായിട്ടുള്ള റബ്ബ് ആരാണെന്നുള്ളത് നമ്മൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് അതിന്റെ വ്യാപ്തി അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ പറയുക, മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അതായത് നബിനോട് പറയാൻ പറയാണ്, നമുക്ക് താക്കീതുകാരനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചതാണ് നബിയെ എന്നുള്ളത്. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മെ തോൽപ്പിച്ചു കളയാമെന്ന ഭാവത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരാരോ അവരത്രേ നരകാവകാശികൾ. നിനക്ക് മുമ്പ് എത്രയോ ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതിക്കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. എന്നാൽ പിശാച് ചെലുത്തിവിടുന്നത് അള്ളാഹു മായ്ച്ചു കളയുകയും എന്നിട്ട് അള്ളാഹു തന്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും കൃത്യമാണ്. ഈ ഒരു കിതാബിനെ, ഈ ഒരു ഗ്രന്ഥത്തിലെ ഒരു വചനത്തെ ഒരു മനുഷ്യനും ദുനിയാവില് മാറ്റിമറിക്കാൻ പറ്റില്ല. അത് ഇബ്ലീസ് എന്തൊക്കെ ചെയ്താലും അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? വീണ്ടും ഉയർത്തും. ആ കിതാബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉയർത്തും. ആ കലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉയർത്തുന്നുണ്ട്. ആ പിശാച് കുത്തിച്ചെലുത്തുന്ന കാര്യത്തെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഹൃദയത്തിൽ കടത്തുപോയവർക്കും ഒരു പരീക്ഷണമാക്കി തീർക്കുവാൻ വേണ്ടി എത്രയത്. തീർച്ചയായും അക്രമികൾ സത്യത്തിൽ നിന്ന് വിദൂരമായ കക്ഷി മത്സരത്തിലാകുന്നു. വിജ്ഞാനം നൽകപ്പെട്ടുള്ളവർക്കാകട്ടെ ഇത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ വിശ്വസിക്കുവാനും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ ഇതിന് കീഴ്പ്പെടുവാനുമാണ് അത് ഇടയാക്കുക. തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനാകും. തങ്ങൾക്ക് അന്ത്യസമയം പെട്ടെന്ന് വന്നെത്തുകയോ വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ തങ്ങൾക്ക് വന്നെത്തുകയോ ചെയ്യുന്നതുവരെ ആ വിശ്വാസികൾ ഇതിന്റെ സത്യത്തെപ്പറ്റിയ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. അന്നേ ദിവസം ആധിപത്യം അള്ളാഹുവിനായിരിക്കും. അവൻ അവർക്കിടയിൽ വിധി കൽപ്പിക്കും. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ സുഖാനുഭവത്തിന്റെ സ്വർഗത്തോക്കുകളിലായിരിക്കും. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞതിന് ശേഷം കൊല്ലപ്പെടുകയും മരിക്കുകയും ചെയ്തവർക്ക് തീർച്ചയായും അള്ളാഹു ഉത്തമമായ ഉപജീവനം നൽകുന്നു. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അവർക്ക് തൃപ്തികരമായ ഒരു സ്ഥലത്ത് തീർച്ചയായും അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും ക്ഷമാശീലനുമാകുന്നു. അത് അങ്ങനെ തന്നെയാകുന്നു. താൻ ശിക്ഷിക്കപ്പെടുന്നതിന് തുല്യമായ ശിക്ഷയിലൂടെ വല്ലവനും പ്രതികാരം ചെയ്യുകയും പിന്നീട് അവൻ അതിക്രമത്തിന് ഇരയാവുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് ചെയ്യുന്നവനും പൊറുക്കുന്നവനും അത്രേ. അതായത് മർദ്ദിതന് പ്രതികാരം എടുക്കാനുള്ള വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഓക്കെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവനക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നാട്ടിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടുവാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് യുദ്ധം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട്. ഈ നാട്ടിൽ എന്തെങ്കിലും അക്രമങ്ങൾ പുറം നാടുകളിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മളെല്ലാവരും അതിനെ യുദ്ധം ചെയ്ത് ആ നാടിനെ സംരക്ഷിച്ചു നിർത്തണം എന്നുള്ളത്. അവിടെ ഒരു ഞാന് നീ എന്നുള്ള ഒരു ഭാവമേ അവിടെ ഇല്ല. ഒരു നാട്ടിലെ മറ്റൊരു സമൂഹം, മറ്റൊരു കൂട്ടർ അപ്പുറത്ത് നിന്ന് വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാല് നമ്മള് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇസ്ലാം കൽപ്പിച്ചതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുഴപ്പങ്ങളും കലഹങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് വെച്ച സബബാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് വെച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഇത് രാവ് പകലിനെയും പകല് രാവിനെയും കടത്തുന്നു എന്ന് പറയുന്നതൊക്കെ എന്താണ്? രാവും പകലും എന്താണ്? ഓരോന്നിന്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സമമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതായത് രാപ്പകലുകള് ഒരു രാവിലെ പിന്നെ ഒരു കാലഘട്ടത്തില് നമുക്ക് രാവ് വളരെ കൂടുതലായിരിക്കും. ഒരു കാലഘട്ടത്തിൽ എന്താവും? രാവ് വളരെ കുറവായിരിക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള എന്താണ്? അത് ഓരോ സബബുകളാണ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാത്തിനും എന്താണ് നിയന്ത്രിക്കുന്നത്? അള്ളാഹു ആണ് എന്നുള്ളത് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ രാവ് പകലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിശ്ചിതമാക്കിയിട്ട് വെക്കാതെ പല പല സമയത്താക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫജ്റിനെ പല സമയത്തും മാറി 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 വരുന്നത് എന്താണ്? അത് രാവിന്റെ നീളത്തിനെ ചുരുക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഒരൊറ്റ നിശ്ചിതമായ രീതിയിലല്ല ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട,
ഞാനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, നിങ്ങൾ ആരുമല്ല ഇതിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങളെ ക്ലോക്കിന്റെ സമയം ഇത് നിശ്ചയിക്കുന്നത് പോലും ഞാനാണ്. കാരണം നമ്മൾ ക്ലോക്കിന്റെ സമയത്ത് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഫജറിന് തഹജ്ജുദിന് നീക്കുന്ന സമയം നമ്മൾ ഓരോ സമയത്തും നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ, നമുക്ക് ഒരു ദിവസം പോലും ഒരേപോലെയല്ല പിറ്റേ ദിവസം വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊക്കെ മാറ്റേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച സബബാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത് അടുത്ത ആയത്തിൽ. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവാണ് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നതിനും അറിയുകയും ചെയ്യുന്നവൻ. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവാണ് സത്യമായിട്ടുള്ളവൻ, അവന് പുറമെ നിങ്ങൾ ഏതൊന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത് തന്നെയാണ് നിരർത്ഥകമായിട്ടുള്ളത്. അള്ളാഹു തന്നെയാണ് ഉന്നതരും മഹാനുമായിട്ടുള്ളവൻ. അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിയിട്ട് അതുകൊണ്ടാണ് ഭൂമി പച്ചപിടിച്ചതായി തീരുന്നതെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അവന്റേതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം. തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനും അത്രേ. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? അതിന്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെയും അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ അനുമതി കൂടാതെ ഭൂമിയിൽ വീണു പോകാത്ത വിധം ഉപരിലോകത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഏറെ ദയുള്ളവനും കരുണാനിധിയുമാകുന്നു. അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചവൻ, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കും, പിന്നെയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും. തീർച്ചയായും മനുഷ്യൻ ഏറെ നന്ദികെട്ടവൻ തന്നെയാകുന്നു. ഓരോരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ അതാണ് അനുഷ്ഠിച്ചു വരുന്നത്. അതിനാൽ ഈ കാര്യത്തിൽ അവർ നിന്നോട് വഴക്കിടാതിരിക്കട്ടെ. നീ നിന്റെ രക്ഷിതാവിനിലേക്ക് ക്ഷണിച്ചുകൊള്ളുക. തീർച്ചയായും നീ വക്രതയില്ലാതെ സന്മാർഗത്തിലാകുന്നു. അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകും. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും, വിധി കൽപ്പിച്ചുകൊള്ളും. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിച്ചുകൊള്ളും. ആകാശത്തിലും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? തീർച്ചയായും അത് രേഖയിലുണ്ട്. തീർച്ചയായും അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമത്രേ. അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതും അവർക്ക് തന്നെ യാതൊരു അറിവുമില്ലാത്തതുമായ വസ്തുക്കളെ അവന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അക്രമകാരികൾക്ക് യാതൊരു സഹായിയുമില്ല. വക്രത വ്യക്തമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിശ്വാസികളുടെ മുഖങ്ങളിൽ അനിഷ്ടം പ്രകടമാകുന്നത് നിനക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ തന്നെ അവർ മുതിർന്നേക്കും. പറയുക, അതിനേക്കാളെല്ലാം ദോഷകരമായ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നരകാഗ്നി അത്രേ അത്. അവിശ്വാസികൾക്ക് അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ചെന്നു ചേരാനുള്ള ആ സ്ഥലം എത്ര ചീത്ത. മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു, നിങ്ങൾ കേൾക്കുക. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല. അപേക്ഷിക്കുന്നവനും ദുർബലർ തന്നെ. അതായത് ഈച്ച നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും അത് എടുത്താല് ഭക്ഷണത്തിൽ വന്നിരിക്കൂലേ, ഈച്ച വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എത്ര ആട്ടിയാലും അത് വന്ന് കൊത്തിക്കൊണ്ട് പോകും. ആദ്യം ആ ഈച്ച കൊണ്ടുപോയ ഒരു സാധനം നമുക്ക് പോയിട്ട് ഈച്ചയുടെ വായിൽ നിന്ന് എടുക്കാനുള്ള കഴിവ് പോലും ഒരു മനുഷ്യനും ഇന്നില്ല. ഒരു മനുഷ്യന് പോലും അതിനുള്ള ഒരു കഴിവ് പോലും ഇനി എത്ര തന്നെ ശാസ്ത്രം അത്ര വലിയ പുരോഗമനം നടത്തിയെന്ന് പറഞ്ഞാലും ഈച്ചയുടെ വായിൽ നിന്ന് ഒരു ഭക്ഷണം പുറത്തേക്ക് എടുക്കാൻ പോലും കഴിവില്ലാത്തവനാണ് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദാഹരണത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ്. മനുഷ്യന് ഒന്നിനും കഴിവില്ലാത്തവനാണ്, ദുർബലനായിട്ടുള്ളവനാണ് അവൻ. അവന് പറയുന്ന ഈ അഹങ്കാരത്തിന്റെ വാക്കുകളൊക്കെ എന്താണ്? അതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങൾ മാത്രമാണ്. ഒരു ഈച്ചനെ പോലെ സൃഷ്ടിക്കാനും അവനക്ക് കഴിയില്ല. ഈ ഒരു ഈച്ചയുടെ വായിൽ നിന്ന് ഒരു ഭക്ഷണം ഒന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് എടുത്തു വെക്കാനും കൂടി അവന് കഴിയില്ല. പക്ഷെ അവന് ഭയങ്കര അഹങ്കാരത്തിലാണ് അവൻ നടക്കുന്നത്. അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹു ദൂതന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അള്ളാഹുങ്കിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം.
അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമത്രേ അത്. മുമ്പും മുൻവേദങ്ങളിലും ഇതിലും ഈ വേദത്തിലും അവൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി. ആകയാൽ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോട് കൂടിയിട്ടാണ് അത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ എന്ന് വിളിക്കുമ്പം അവിടെ എന്താണ്, അവിടെ ഒരു നിയമം ഉണ്ടാവും. എന്നാൽ സത്യവിശ്വാസികളെ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ദാസന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്, അവിടെ റുക്കൂ സുജൂദും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വിളിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ആ അള്ളാഹുവിന്റെ സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാൻ, നമസ്കാരം, ദിക്റ്, ദുആ, തസ്ബീഹ്, ഖുർആൻ പാരായണം, പാപമോചനം തേടല്, ബലികർമ്മങ്ങൾ ചെയ്യല്, ഇതൊക്കെയാണ് എന്ത് ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നമസ്കാരം, ദിക്റ്, ദുആ, തസ്ബീഹ്, ഖുർആൻ പാരായണം, പാപമോചനം തേടല്, ബലികർമ്മങ്ങൾ ചെയ്യല്. ഇതിൽ തന്നെയാണ് നമ്മള് ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുള്ളത്. ഇബാദത്താണത്. നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസത്തിന് നമ്മൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്, എന്റെ പ്രയാസത്തെ നീക്കി തരാൻ വേണ്ടി. പക്ഷെ അങ്ങനെയല്ല അത്. ആ ദുആ എന്ന് പറയുന്നത് പോലും ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് അടങ്ങിയിരിക്കുകയാണ് നമ്മൾ, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് തൗഫീക്ക് നൽകിയത് കൊണ്ടാണ് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നത്. ആ ഒരു പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അടങ്ങിയിരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രയാസത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ശുക്ർ ചെയ്യണം. ആ പ്രയാസം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നമ്മളെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം നമുക്ക് അടങ്ങിയിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി, അല്ലെ. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ഉറപ്പായിട്ടും അടങ്ങിയിരിക്കും. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന്, ഒരു പ്രശ്നം വന്ന്, അല്ലെങ്കിൽ ഭർത്താവിന് ഒരു പ്രശ്നം വന്ന്, നമുക്ക് തന്നെ ശരീരത്തിന് ഒരു പ്രയാസം വന്ന്, നമ്മൾ ഉറപ്പായിട്ട് അടങ്ങിയിരിക്കും. നമ്മൾ പിന്നെ അവിടെ നമുക്ക് വേറെ ഒരു ചിന്തയും വരില്ല. നമ്മൾ എത്ര തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമുക്ക് ആ സമയം എന്താവും, നമ്മൾ അതോട് കൂടിയിട്ട് നമ്മൾ അടങ്ങിയിരിക്കുന്നവരായി. അതിന്റെ അർത്ഥം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമായിരുന്നു അത്. ആ ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം, ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം എന്താണ്, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖാണ് അതിലൂടെ കിട്ടിയത് നമുക്ക്. അതിലൂടെ കിട്ടിയത് എന്താണ്, അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താനുള്ള കഴിവാണ് നൽകിയത്. അതിലൂടെ എന്താണ്, ഒരു സമയം നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു സമയം നിശ്ചയിക്കുകയാണ് ചെയ്തത്. കാരണം നമസ്കാരം എന്ന് പറഞ്ഞ 5 സമയത്തുള്ളത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. എന്നാൽ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഒരു പ്രയാസം വരുന്ന ഒരു മനുഷ്യന് മാത്രമാണ് അത് കിട്ടുന്നത്. അപ്പൊ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്പെസിഫിക് ആക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയത്. അതിന് നമ്മൾ നന്ദി കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്. നമ്മൾ അതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാ പറയേണ്ടത്. അതുകൊണ്ടാണ് മലക്കുകൾ എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, എന്റെ അടിമ എന്താ പറഞ്ഞത്, ഞാന് അവനക്ക് ഒരു പരീക്ഷണം നൽകിയപ്പോ അവൻ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ മലക്കുകൾ പറയും, അള്ളാഹുവെ, അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. എന്റെ അടിമക്ക് ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും, ഞാൻ കൊടുക്കും അവനിക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിയവന്, അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണോ ആ പരീക്ഷണം ഇറക്കിയത്, ആ പരീക്ഷണത്തിന് അവന് വിജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പായിട്ട് അവനക്ക് എന്ത് നൽകും, അവനക്ക് ആ അനുഗ്രഹം എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷണിക്കപ്പെടുന്നവര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിൽ പെട്ടതാണ്. അത് അവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഒരു കുടുംബത്തില് എനിക്ക് മാത്രമാണ് ഒരു പരീക്ഷണം ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരഞ്ഞെടുത്തതാണ്. കാരണം എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത എന്തോ സ്പെസിഫിക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മാത്രമായിട്ട് ആ പരീക്ഷണം ഇറക്കിയത്. അതിന് നമ്മൾ നന്ദി കാണിക്കുകയും അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പരീക്ഷണം നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് 2 പ്രാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരേ ആയത്തിന് തന്നെ 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടാണ് ആ സൂറത്തിൽ പറയുന്നത്. അതെന്താണ്, ഒരു പ്രയാസത്തിന്റെ കൂടെ തന്നെ അവനക്കൊരു അനുഗ്രഹമുണ്ട്. പ്രയാസത്തിന്റെ കൂടെ തന്നെ അവനക്കൊരു അനുഗ്രഹമുണ്ട്. ഉലമാക്കൾ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ 2 പ്രാവശ്യം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ആ പ്രയാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറികടന്ന് തരിക. അതായത് ആ പരീക്ഷണം നമുക്ക് കഴിയൽ എങ്ങനെയാണ്? 2 കണ്ണുകൊണ്ട് കാണാവുന്ന, പറയാവുന്ന, ജനങ്ങളെടുത്ത് കാണിച്ചു കൊടുക്കാവുന്ന 2 അനുഗ്രഹങ്ങളുമായിട്ടാണ് ആ പ്രയാസം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവുക. അത് നിങ്ങൾക്കൊക്കെ അത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾക്കൊരു പ്രയാസം, ഒരു ഭയങ്കര പ്രയാസം നിങ്ങളെ ബാധിച്ചു. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നത് നിങ്ങൾക്ക് തൊട്ട് നോക്കാവുന്ന അനുഗ്രഹത്തിന്റെ 2 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങൾക്കത് ആളുകളടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഒരാള് പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നീ ക്ഷമിക്കുക എന്ന് പറയും. പക്ഷെ അനുഭവിക്കുന്നവൻക്ക് ആ പറഞ്ഞാലൊന്നും അതൊന്നും അവന്റെ മനസ്സിലത് അപ്പൊ കൊള്ളൂല. പക്ഷെ ആ പരീക്ഷണത്തിൽ നിന്ന് അവൻ പുറത്തു കടക്കുന്നത് 2 അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. അത് സത്യവിശ്വാസിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ആ പരീക്ഷണം സത്യവിശ്വാസി മാത്രമേ അതിന് മറികടക്കുകയുള്ളൂ. സത്യവിശ്വാസി അല്ലാത്തവൻ എന്താണ്? എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടും വഴക്കിട്ടുകൊണ്ടും അവന് ചീത്ത പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടും അവര് ചെയ്തതാണ്, ഇവര് ചെയ്തതാണ്, അവരാക്കിയതാണ്, ഇവരാക്കിയതാണ്, എന്റെ ഉമ്മ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്, എന്റെ വാപ്പ ഇങ്ങനെ കാട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അവൻ ആ പരീക്ഷണത്തിൽ എന്താവുന്നില്ല, വിജയിക്കുന്നില്ല. സത്യവിശ്വാസിക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. അവന് മാത്രമേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം വെച്ചിട്ടുള്ളൂ. ഈ ഇന്ന മഅൽ ഇസ്രി യുസ്ര, ഇന്ന മഅൽ ഇസ്രി യുസ്ര എന്ന് പറയുന്നത് അത് ആ സത്യവിശ്വാസിക്ക് മാത്രം കിട്ടുന്നതാണ്. അല്ലാത്തവൻ എന്താണ്? ആ പരീക്ഷണത്തിൽ ഇങ്ങനെ ഇന്നും കടന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മളടുത്ത് ഒരു പരീക്ഷണം വന്നിട്ടുണ്ട്, നമ്മൾ അതിൽ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് പാപമോചനം തേടുകയും നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യുക. അള്ളാഹുവിനോട് പരിപൂർണമായിട്ട് നിങ്ങൾ വിധേയത്വം കാണിക്കണം. അല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റൂല. നിങ്ങൾ എന്ത് തന്നെ ഇനി തല കുത്തി മറിഞ്ഞാലും ദുനിയാവില് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് ഒരു മോചനം കിട്ടൂല. നിങ്ങൾ അള്ളാഹുവിനോട് മുമ്പില് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ കരഞ്ഞിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ടില്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനി ദുനിയാവിലെ എല്ലാവരും കുറ്റം പറഞ്ഞ് നടന്നാലും ആ കുറ്റം പറച്ചിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റൂല. അതാണ് ദുആയുടെ ശക്തി. ദുആ അള്ളാഹ്ക്ക് മാത്രമുള്ളതായിക്കൊണ്ടിരുന്നാൽ മാത്രമേ ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്യുള്ളൂ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും നിങ്ങളുടെയും എന്റെയും എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരും. പക്ഷെ പൂർണ്ണമായിട്ട് സബ്മിറ്റ് ചെയ്യണം. അത് അല്ലാതെ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടൂല. ആര് തന്നെ വിചാരിച്ചിട്ടും കാര്യമില്ല, ആ ഉത്തരം നമ്മളിലേക്ക് വരൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനിയ അല്ലാഹ് ഗനിനി ബിഫദ്ലിക മിൻ സിവാക റബ്ബി അൻസിനി മുൻസലം മുബാറകൻ ഖൈറു മുസ്ലിം. അല്ലാഹുമ്മ ഇസ്തിർ വലാ തുസ്തിർ വതമിം ബിൽ ഖൈർ റബ്ബി അൻസിനി മുൻസലം മുബാറകൻ ഖൈറു മുസ്ലിം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി വർഹംനി വജ്ബർനി വർഫനി വർസുഖ്നി വഅദ്നി വആഫിനി. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين 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 برحمتك يا أرحم الراحمين.
اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا آمين يا رب العالمين. അള്ളാഹുവേ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും അള്ളാഹുവേ ഞങ്ങൾ സമ്മതിച്ച് പറയുന്നു. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരികയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾ തെറ്റുകാരിലായി പോകും. അള്ളാഹുവേ നീ പുറത്ത് മാപ്പാക്കി തരികയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവേ എല്ലാ പരീക്ഷണങ്ങളിലും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരികയും ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവേ നീ തുറവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവേ ഞങ്ങളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും അവരുടെ കുടുംബങ്ങളിലും അള്ളാഹുവേ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരിലും അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹുവേ സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അള്ളാഹുവേ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്കും ഞങ്ങളിൽ അള്ളാഹുവേ നീ നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഖുർആൻ കൊണ്ട് വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ ഖുർആന്റെ അഹ്ലുകാരിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും ഖുർആന്റെ അഹ്ലുകാരിലായിക്കൊണ്ട് തന്നെ അള്ളാഹു പരലോകത്ത് ഞങ്ങളെ നീ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അള്ളാഹുവേ ഞങ്ങൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് ദാഹജലം കുടിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഞങ്ങൾ ഈമാനോട് കൂടി ജീവിപ്പിക്കുകയും അള്ളാഹു മലക്കൾ സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നിന്നിലേക്ക് മടങ്ങുന്ന ഉത്തമരായ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഞങ്ങളെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളിലും ആരിഫീങ്ങളിലും ആഫിലീങ്ങളിലും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിശാലത നൽകുകയും അള്ളാഹുവേ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അള്ളാഹു ഇബാദത്തായി അള്ളാഹുവേ നിന്നിലേക്ക് ഞങ്ങൾക്ക് അത് വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടായ്മ അള്ളാഹുവേ സ്വർഗത്തിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ വരെ അള്ളാഹുവേ നീ എത്തിച്ചു നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹുവേ ഇതിലെല്ലാവർക്കും അള്ളാഹുവേ അവരുടെ എല്ലാ പരീക്ഷണങ്ങളിൽ അള്ളാഹുവേ അവർക്ക് നീ പാപമോചനം നൽകുകയും അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ ജീവിത മാർഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ കുടുംബ ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുത്ത് അവർക്ക് നീ സമാധാനമുള്ള ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവെ നീ വിധി കൂട്ടിക്കൊടുക്കണമേ. റഹ്മാൻ റഹീമീൻ, അള്ളാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹുവെ ആ പ്രയാസത്തെ നീക്കി കൊടുക്കുകയും അവർക്ക് കണ്ണിന് കുളിർമയായിക്കൊണ്ട് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹു അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ അസുഖങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു പരിപൂർണമായി അവരെ നീ മോചിപ്പിക്കുകയും അള്ളാഹുവെ അവരുടെ വേദനകളെ നീ നീക്കി കൊടുക്കുകയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ കുടുംബജീവിതങ്ങൾക്കും സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് അവർക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ, അള്ളാഹുവെ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എല്ലാ സത്യവിശ്വാസികളും ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അവർ അഭയം തേടി എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നിലേക്ക് അഭയം തേടുന്നു. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ജസാക്കല്ലാഹ്.